നമസ്കാരം, ഞാൻ അഭിജിത്ത് പോലോട്ടിൽ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് വേറൊരു വെറൈറ്റി ഗെയിമായിട്ടാണ്. അതും മോളുടെ ഐഡിയ ആണ്, അപർണയുടെ ഐഡിയ ആണ്. അപ്പോൾ നോ ഹാൻഡ്സ് ചലഞ്ച് എന്നാണ് പേര്. നോ ഹാൻഡ്സ് ചലഞ്ച് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമുക്കിവിടെ വാട്ടർ പെയിൻറ് ഇരിക്കുന്നുണ്ട്, ബ്രഷ് ഇരിക്കുന്നുണ്ട്, എല്ലാവർക്കും പേപ്പർ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് ഉപയോഗിക്കാതെ ഹാൻഡ് ഫ്രീ ആയിട്ട് നമ്മൾ ബ്രഷ് വായിൽ വെച്ചിട്ടാണ് ഡ്രോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ ചലഞ്ച് അല്ലേ? അപ്പോൾ നമുക്കിതിൽ സംഭവം വേറെ ഒന്നുമല്ല, മൂന്നാൾക്കും ഓരോ ഡാർക്ക് കളേഴ്സ് ഓരോന്ന് കൊടുക്കുകയാണ്. തീം വന്നിട്ട് ഒരു ഹൗസാണ്. അപ്പോൾ ഹൗസ് അവരെങ്ങനെ വരയ്ക്കണു അതൊക്കെ അവരവരുടെ ഇഷ്ടം. 3 മിനിറ്റാണ് നമ്മുടെ ടൈം ലിമിറ്റ് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ എപ്പോഴും കാണിക്കുന്ന പോലെ വിന്നർക്കുള്ള ഗിഫ്റ്റ്. അപ്പോൾ ഡയറി മിൽക്കിൻ്റെ സിൽക്കാണ് ഗിഫ്റ്റ് വന്നിട്ടുള്ളത്. അത് എനിക്കുള്ളതല്ല, അപ്പോൾ എനിക്കല്ല ആദ്യം അതെ. ഹാൻഡ്സ് പായോണ്ട് പിടിക്കുമ്പോ പേപ്പർ കൈകൊണ്ട് പിടിക്കാം. പേപ്പർ ഇങ്ങനെ കൈകൊണ്ട് പിടിക്കും. അപ്പൊ ഹാൻഡ് ഇത് ബ്രഷ് ഉപയോഗിക്കുന്നത് മാത്രമാണ് ഹാൻഡ് അല്ലാത്തത്. കൈ കെട്ടിയിരുന്ന പരിപാടികളൊന്നുമില്ല. നമുക്ക് പേപ്പർ പിടിക്കണമെങ്കിൽ കൈ വേണം. ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ടാണ് വരയ്ക്കേണ്ടത് കേട്ടോ. അപ്പോൾ 3 മിനിറ്റ് ടൈമിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണവർക്കുള്ള ഗിഫ്റ്റാണ് ഡയറി മിൽക്കിന്റെ സിൽക്ക്. അപ്പൊ ഇനി 3 കളർ സെലക്ട് ചെയ്യാം നമുക്ക് ഫസ്റ്റ്. അപ്പൊ ഒരു ഡാർക്ക് കളേഴ്സ് 3 ഫസ്റ്റ് ബ്ലൂ ആർക്ക് വേണ്ടേ? അമ്മയ്ക്ക് ബ്ലൂ പോയി, മോൾക്ക് പിങ്ക് പോയി, അപ്പൊ എനിക്ക് ഗ്രീൻ. വേണ്ട, ചാണപച്ച. അത് കളറ് ബ്ലാക്ക് വേണ്ട. അതേതാ? ഡാർക്ക് ഗ്രീൻ. അത് ലൈറ്റ് ഡാർക്ക് ആയിട്ട് ബ്രൗൺ മാത്രമേ. ബിജെപിക്കാരനോ? ബ്രൗൺ മാത്രമേ. റെഡ് ആയിക്കോട്ടെ, അപകടകരായിക്കോട്ടെ. ഓറഞ്ച് റെഡ് അടുത്തടുത്ത കളറാ. അത് ശരിയാവില്ല, അപ്പൊ മനസ്സിലാവില്ലല്ലോ. ഇപ്പൊ പിങ്ക് കിട്ടിയില്ലേ? പിങ്ക് ഡ്രസ്സിന്റെ കളർ പിങ്ക്, പെയിന്റിന്റെ കളർ പിങ്ക്, പിന്നെ വീടും പിങ്ക്. കൈ കെട്ടിട്ടല്ലേ അപ്പൊ കളറുകളൊക്കെ കൈ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റണ, മുക്കിയെടുക്കാൻ പറ്റണ ഭാഗത്ത് തുറന്നു വെക്കുക. കുലുക്കിയിട്ട് തുറന്നു വെച്ചാൽ അപ്പൊ അടുത്തേന്ന് കിട്ടാം. ഞാൻ കുലുക്കിയിട്ട് തുറന്നു നോക്കണം, അല്ലെങ്കിൽ അടിയിൽ കട്ടയായിട്ടിരിക്കും. കുലിക്കാൻ പറഞ്ഞ കുലിക്കാലല്ലെങ്കിൽ കുലിക്കല്ലെങ്കിൽ പെയിന്റ് ഒക്കെ കട്ട പിടിച്ചിട്ടുണ്ടാവുന്നു അടിയില്. അപ്പൊ ഒന്ന് കുലുക്കി നല്ലോണം കുലുക്കിയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അടിപൊളി. അപ്പൊ കുലുക്കി സെറ്റാക്കി വെച്ചിട്ട് പൊട്ടതില്ല ബ്രഷ്. അപ്പൊ ഇനി അടുത്ത് ബ്രഷാണ് സെലക്ട് ചെയ്യണത്. നമ്മുടെ കയ്യിൽ ഇത് ഇത്രയധികം ബ്രഷുകളുണ്ട്. അപ്പൊ ഇതില് ഏകദേശം ഒരേ ടൈപ്പുള്ള ബ്രഷാണ് എടുക്കണം കേട്ടോ, നല്ല പെയിന്റിങ് കറക്റ്റ് വരുള്ളൂ. അപ്പോൾ റൗണ്ട് ഷേപ്പുള്ള ബ്രഷ്, 3 റൗണ്ട് ഷേപ്പുള്ള ബ്രഷാണ് എടുക്കണേ. ഓക്കെ. അപ്പോൾ 3 റൗണ്ട് ഷേപ്പുള്ള ബ്രഷ് എടുക്കുന്നുണ്ട്. 3നും വലിപ്പ വ്യത്യാസം ഉണ്ട്, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്താ വെച്ചാൽ വേറെ ഓപ്ഷൻ ഇല്ല, വേറെ ബ്രഷ് ഇല്ല കയ്യിൽ. അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പോയി ബ്രഷ് മേടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതലാവണ കാര്യമില്ല. അപ്പോൾ 3 സൈസിലാണ്. അപ്പോൾ 3 ആൾക്കാരല്ലേ, അപ്പോൾ വലിപ്പം അനുസരിച്ച് കൊടുക്കാം. ചെറുത്, അതിലും ചെറുത്, ഏറ്റവും വലുത്. ഏറ്റവും വലുത് ട്രൈയിൽ നോക്കണം. വെറുതെ എങ്ങനെ എത്തണില്ല? കൈ പിടിച്ചാൽ മതി. വായനൊക്കെ അടിപൊളിയായിട്ട് വരയ്ക്കാം കേട്ടോ. സൂപ്പറായിട്ട് വരയ്ക്കാം. നല്ല സൂപ്പറായിട്ട് കണ്ട. എന്തായാലും കുഴപ്പമില്ല, സുഖമായിട്ട് വരയ്ക്കാം. കണ്ട, നടുക്കിലത്തെ പല്ല് വെച്ച് നാവ് കൊണ്ട് അമർത്തി പിടിച്ചാൽ മതി. നടുക്കത്തെ കല്ല് പിടിച്ചിട്ട് നടുക്കത്തെ പല്ലിൽ പിടിക്കുക, അമർത്തി പിടിക്കുക. അപ്പൊ ശരിയാവും. ഒരു വഴിക്ക് പോവില്ല. നോക്കി മനസ്സിലായി പറഞ്ഞു. നടുക്കത്തെ പല്ലിൽ പിടിച്ചിട്ട് നാവുകൊണ്ട് അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ ഒരു വഴിക്കും പോവില്ല എന്ന് ഉദ്ദേശിച്ച്. അതൊക്കെ നിന്റെ ഇഷ്ടം, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം. അപ്പൊ ടൈമർ എടുത്ത് അപ്പൊ നമ്മള് ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ടൈമർ ഓൺ ആക്കാൻ പോവാ. 3 മിനിറ്റാണ് ടൈം ഇട്ടാ. 3 മിനിറ്റ് കൊണ്ട് ഒരു വീട് എങ്ങനെയെങ്കിലും ഒക്കെ ഒരു വീടിന്റെ ഷേപ്പ് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഷേപ്പില് വീടായിട്ട് ഏകദേശം കംപ്ലീഷൻ തോന്നിക്കുന്ന ആൾക്കാണ് ഗിഫ്റ്റ് പോണം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? ടൈം സ്റ്റാർട്ട് ചെയ്യല്ലേ?
യെസ് ഓക്കെ സ്റ്റാർട്ട്. അപ്പം എൻ്റെ വീട് വരെ കഴിഞ്ഞു കേട്ടോ. ഞാൻ പണി പൂർത്തിയാക്കി. ബാക്കി എല്ലാവരും വരച്ചോണ്ടിരിക്കുക. കട്ട വരയാ, ഒരു രക്ഷയില്ല. ഓ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എന്താക്കോ ആവോ. അത് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. ഞാൻ എന്താ വീടൊക്കെ വരച്ച് കഴിഞ്ഞു. അല്ല പിന്നെ വീടാവോ തൊഴുത്താവോ എന്നൊന്നും അറിയില്ല. നോക്കാം. നോ ഹാൻഡ് ആണ്. ആരും ഞാൻ എടുത്തിട്ടില്ല. ഞാൻ സ്റ്റോപ്പ് ചെയ്തപ്പോഴാ ഫെയിലായി. ഗെയിം ഫെയിലായി കേട്ടോ. ഫെയിലായി ഓൾറെഡി ഫെയിലായി. ഇനിയിപ്പോ മിണ്ടിട്ട് കാര്യമില്ല. ആ അപ്പൊ എല്ലാവരും കാണിച്ചോ. കണ്ടോ 3 അപ്പൊ ഇതില് ഈ പ്രാവശ്യം കോമ്പറ്റീഷൻ കുറച്ച് കടുത്തു. 2 പേര് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതില് ഏതാ നല്ല വീട്? ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഒരു വീടിനോട് ചെണ്ടുള്ളൂ. അതങ്ങനെ ആവും. അപ്പൊ അമ്മയുടെയും പുറത്തുണ്ടല്ലോ. ഇത് ചൈനീസ് മോഡലാ. കുട്ടീന്റെ കറക്റ്റ് ആയിട്ട് വീട് കംപ്ലീറ്റ് ആയ വീട് കേട്ടാ. അപ്പൊ ഗിഫ്റ്റ് നമുക്ക് ഗിഫ്റ്റ് നമ്മളടിച്ചെടുത്ത ഗിഫ്റ്റ്. അങ്ങനെ അടിപൊളിയായി. 3 മിനിറ്റ് കൊണ്ട് അങ്ങനെ വീടൊക്കെ വരച്ചെടുത്തു. എങ്ങനെയുണ്ടായിരുന്നു തൊട്ടു അനുഭവം? ഒട്ടും കൊള്ളില്ലല്ലോ. കഴിവ് വേണം. ഫെയിലായതിന് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? പെയിന്റ് ബ്രഷ് കഴുകി ഫെയിലാവാന്നുള്ളത് വലിയ സംഭവം ഒന്നല്ല. ഇപ്പൊ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യമൊന്നുമല്ലോ. അപ്പൊ ഇപ്പൊ എല്ലാവർക്കും ദൈവം ഒരുപോലെ കഴിവ് കൊടുക്കില്ലല്ലോ. അതാണ് കാര്യം. ഇപ്രാവശ്യം അച്ഛ കുറച്ച് കൂടുതൽ കഴിവ് കൊടുത്തു. കഴിഞ്ഞ പ്രാവശ്യം അമ്മ ജയിച്ചു. ഇപ്രാവശ്യം അച്ഛ ജയിച്ചു. അടുത്ത പ്രാവശ്യം തൊട്ട് ജയിക്കും. അപ്പൊ അടുത്ത പ്രാവശ്യം ജയിക്കാൻ പറ്റിയ ഗെയിമും ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് കുറെ പരീക്ഷന് ശേഷം അച്ഛനെ അമ്മനെ വിളിച്ചാൽ മതി. എങ്ങനെയുണ്ട്? അപ്പൊ വിന്നർ ഇതാണ്. ചുവന്ന വീട്. ബ്ലൂവും പിങ്കും ഫെയിലായി. അപ്പൊ എന്തെങ്കിലും ആവട്ടെ. അപ്പൊ ഗിഫ്റ്റ് ഗിഫ്റ്റ് ഡയറി മിൽക്കിന്റെ സിൽക്ക്. ഇതൊട്ടേക്ക് ഞാനിത് തിന്നണ്ടേ? ഇതിന്റെ ഉള്ളിൽ ഹാർട്ടിന്റെ പിക്ചർ ഉണ്ടോന്ന് അറിയണം. എവിടെ ഹാർട്ട്? നോട്ടേട്ടാ. തരില്ല, ചോദിക്കണ്ട. ജെംസ് മുഴുവൻ ഒറ്റയ്ക്ക് കഴിച്ചില്ല. ഇത് കിട്ടില്ല. എസ് ഉള്ളത് എല്ലാം ടേസ്റ്റ് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അപ്പൊ നമ്മുടെ ഗെയിം കൂടെ അവസാനിച്ചു. അപ്പൊ വിന്നർ റെഡ് കളറ് ഹൗസ് ആണ് വിന്നറായിട്ടുള്ളത്. ഏകദേശം ഒരു ഷേപ്പ് ഒക്കെ വന്നു. ആ വീടിൻ്റെതായ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വിന്നായത്. ഒരുമാതിരി കംപ്ലീഷനിലേക്ക് എത്തി. വീടിൻ്റെ ഒരു ഷേപ്പ് കിട്ടാ, വീടല്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗെയിം കൂടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ഗെയിമിനെ കുറിച്ച് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മടി കാണിക്കരുത്. അതുപോലെ തന്നെ ഇതിൽ എന്തെങ്കിലും കുറ്റം കുറവുണ്ടെങ്കിൽ അതും സജസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അതിനു വേണ്ട എല്ലാ മാനദണ്ഡങ്ങളും മാറ്റി കൂടുതൽ ഇമ്പ്രൂവ് ആക്കിക്കൊണ്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി.